പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസ് പ്രതി രാഹുലിനായി ബ്ലൂ കോർണർ നോട്ടീസ് പുറത്തിറക്കി. അന്വേഷണ സംഘത്തിന്റെ ആവശ്യപ്രകാരം ഇന്റർപോളിന്റേതാണ് നടപടി. രാഹുൽ ജർമ്മനിയിലേക്ക് കടന്നതായി പോലീസ് സ്ഥിരീകരിച്ചു. ജർമ്മനിയിൽ നിന്ന് രാഹുൽ ബന്ധുക്കളെ വിളിച്ചിരുന്നതായാണ് വിവരം. ഇയാൾക്കായി ലുക്കൌട്ട് സർക്കുലറും പോലീസ് പുറത്തിറക്കി. കേസിൽ രാഹുലിന്റെ അമ്മയുടെയും സഹോദരിയുടെയും മൊഴി പോലീസ് ഇന്ന് രേഖപ്പെടുത്തും. രാഹുലിനെ വിദേശത്തേക്ക് കടക്കാൻ സഹായിച്ച സുഹൃത്ത് രാജേഷിനെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. രാഹുലിനെ എത്രയും പെട്ടെന്ന് ജർമ്മനിയിൽ നിന്ന് നാട്ടിലെത്തിച്ച് അറസ്റ്റ് ചെയ്യണമെന്ന് പെൺകുട്ടിയുടെ സഹോദരൻ ആവശ്യപ്പെട്ടു. പന്തീരാങ്കാവ് പോലീസ് സ്ഥിരീകരിച്ചു എന്ന് പറഞ്ഞ രാഹുല് ജർമ്മനിയിലേക്ക് കടന്നു. ഞങ്ങൾക്കിപ്പം അതിലിപ്പോ പോലീസിനോട്, അതായത് ഫറൂഖ് ACPയുടെ നേതൃത്വത്തിലാണല്ലോ ഇപ്പോ സംഘം ഈ കേസ് അന്വേഷിക്കുന്നത്. അപ്പോ സാറിനോട് തന്നെ നേരിട്ട് പറയാനുള്ള തീരുമാനത്തിലാണ്. ഇന്റർപോളിന്റെ സഹായം തേടി അവൻ എത്രയും വേഗം രാജ്യത്തേക്ക് എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങള് ACPയോട് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾക്ക് നമ്പർ തന്നിട്ടുണ്ട്, എന്താവശ്യം വിളിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സാറിനെ നേരിട്ട് തന്നെ വിളിക്കാനുള്ള തീരുമാനത്തിലാണ്. അവിടെ നിന്നാലിപ്പോ അന്വേഷണം ഏതായാലും നടക്കൂല. അപ്പോ ഇന്റർപോളിന്റെ സഹായം തേടിയിട്ട് ആളെ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിച്ചിട്ട് അറസ്റ്റ് ചെയ്ത് പിന്നീടുള്ള നടപടികൾ സ്വീകരിക്കണം. കൂടാതെ അവന്റെ അമ്മയും സഹോദരിയും ഇവിടെ നിന്ന് കടന്നിട്ടുണ്ട്. അപ്പൊ പോലീസ് ഇവിടുന്ന് അവിടെ മൊഴിയെടുക്കാൻ പോയപ്പോ അവരുടെ വീടൊക്കെ പൂട്ടിപ്പോയി എന്നാ പറഞ്ഞത്. അപ്പൊ അവരെയും കൂടി കണ്ടെത്തണം ഇതില്. അവനെ മാത്രമല്ല, അവന്റെ അമ്മയും സഹോദരിയും കൂടി എത്രയും പെട്ടെന്ന് പോലീസ് കണ്ടെത്തി തുടർ നടപടി സ്വീകരിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ബ്ലൂ കോർണർ നോട്ടീസ് അയച്ചിരിക്കുന്നു. VS രഞ്ജിത്ത് നമ്മോടൊപ്പം. രഞ്ജിത്ത്, ബ്ലൂ കോർണർ നോട്ടീസ് അയച്ച പോലീസ് കാര്യമായി ഗൗരവമായി നീങ്ങുന്നുണ്ടോ? നികേഷ്, തീർച്ചയായും ഇപ്പോൾ രണ്ട് നടപടിക്രമങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഒന്ന്, ഈ പ്രതി ഉള്ളത് ജർമ്മനിയിലാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. നേരത്തെ ബംഗളൂരുവിൽ നിന്ന് സിംഗപ്പൂരിലേക്കാണ് എന്നൊരു വിവരമുണ്ടായിരുന്നു. ഇപ്പോൾ പോലീസ് രാഹുൽ കടന്നിട്ടുള്ളത് ജർമ്മനിയിലേക്കാണ് എന്ന് ഉറപ്പിക്കുന്നുണ്ട്. അപ്പോൾ ജർമ്മനിയിൽ ഉള്ള രാഹുലിനെ ഇങ്ങോട്ട് എത്തിക്കാൻ ഇന്റർപോളിന്റെ സഹായത്തോടു കൂടി സാധിക്കും എന്നുള്ളതാണ് കണക്കാക്കപ്പെടുന്നത്. ഇന്റർപോൾ ബ്ലൂ കോർണർ നോട്ടീസ് ഇറക്കിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും രാഹുലിനെ ഇങ്ങോട്ട് എത്തിക്കാൻ സഹായിക്കുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. അതോടൊപ്പം തന്നെ രാഹുലിനെ ഈ വിദേശത്ത് കടക്കാൻ വേണ്ടി സഹായിച്ച സുഹൃത്തായിട്ടുള്ള പൊക്കുന്ന് സ്വദേശി രാജേഷിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. രാജേഷിനെ ചോദ്യം ചെയ്തു വരികയാണ്. എപ്പോഴാണ് ഈ പറയുന്ന രാഹുൽ കടന്നത് തുടങ്ങി രാഹുലിന്റെ വിവരങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളതാണ് രാജേഷിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇന്ന് രാവിലെയാണ് രാജേഷിനെ കസ്റ്റഡിയിലെടുത്തതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ രാജേഷ് ഉള്ളത് അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലാണ്. ഇതോടൊപ്പം തന്നെ ഈ രാഹുലിന്റെ അമ്മയുടെയും സഹോദരിയുടെയും മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ ആവശ്യം എന്ന് പറയുന്നത് ഇവരെ കൂടി പ്രതി ഇറക്കണം എന്നുള്ളതാണ്, ഈ അമ്മയെയും സഹോദരിയെയും കൂടി. അപ്പോൾ അതിനുള്ള വകുപ്പുണ്ടോ എന്ന് കൂടി പരിശോധിക്കുന്നുണ്ട്. കാരണം ഈ കുറ്റകൃത്യത്തിൽ അമ്മയ്ക്കും സഹോദരിക്കും പങ്കുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കും. അതിനാദ്യം അമ്മയുടെയും സഹോദരിയുടെയും മൊഴി രേഖപ്പെടുത്തണം എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇന്നലെ ഈ അമ്മ ആശുപത്രിയിലായിരുന്നു ഉണ്ടായിരുന്നത്, വീട്ടിലുണ്ടായിരുന്നില്ല. അവർ ആശുപത്രിയിൽ ചികിത്സ തേടി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇന്ന് അവർ വീട്ടിലേക്ക് തിരിച്ചെത്തി എന്നൊരു വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ പോലീസ് ഇന്ന് അമ്മയെയും സഹോദരിയെയും കൂടി ചോദ്യം ചെയ്തേക്കാം. നിലവിൽ ചോദ്യം ചെയ്യുന്നത് രാഹുലിന്റെ സുഹൃത്തായിട്ടുള്ള രാജേഷാണ്. ഈ രാജേഷാണ് ബംഗളൂരു വരെ രാഹുലിനെ കൊണ്ടുവന്ന് എത്തിക്കുകയും ബംഗളൂരുവിൽ നിന്ന് വിദേശത്തേക്ക് കടക്കാനുള്ള ടിക്കറ്റ് ഉൾപ്പെടെ എടുത്ത് നൽകുകയും ചെയ്തത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരം കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയാണ് രാജേഷിനെ ഇപ്പോൾ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുന്നു. പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷന് മുന്നിൽ വിവിധ പ്രതിഷേധ പരിപാടികളും ഇപ്പോൾ നടക്കുന്നുണ്ട്. കോൺഗ്രസ് ഉൾപ്പെടെ ഇന്നലെ പ്രതിഷേധ രംഗത്ത് എത്തിയിരുന്നു. ഇന്നിപ്പോൾ കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വം ഇങ്ങോട്ടൊരു മാർച്ചും സംഘടിപ്പിച്ചിട്ടുണ്ട്. ലബി സജീന്ദ്രൻ കൂടി ചേരുന്നു. ലബി, പെൺകുട്ടിയുടെ വീട്ടുകാര് നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ശക്തമായി. അക്കാര്യത്തിൽ എങ്ങനെയാണ് പോലീസ് നടപടികളിൽ അവർക്കിപ്പോൾ തൃപ്തിയുണ്ടോ? നികേഷ് കുമാർ, പോലീസ് നടപടികളുമായി പോലീസിന്റെ അന്വേഷണം കാര്യക്ഷമം എന്നുള്ള പ്രതികരണം തന്നെയാണ് കുടുംബത്തിനുള്ളത്. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ്, ഇപ്പോൾ രഞ്ജിത്ത് അവിടെ നിന്ന് പറഞ്ഞത് രാജേഷിനെ അവിടെ ചോദ്യം ചെയ്യുകയാണ് എന്നാണ്, സുഹൃത്ത് രാജേഷിനെ. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം അങ്ങനെയാണെങ്കിൽ ഉണ്ട് നികേഷ്. അതായത് ഈ പെൺകുട്ടി വളരെ ശക്തമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന വ്യക്തിയാണ് രാജേഷ്. ആ പെൺകുട്ടി നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നതും അങ്ങനെയാണ്. പെൺകുട്ടിയെ രാഹുൽ മർദ്ദിക്കുന്ന സമയത്ത് തൊട്ടടുത്ത മുറിയിൽ ഈ രാജേഷ് ഉണ്ടായിരുന്നു. രാജേഷ് ഇതിന് ഒരു ഒത്താശ ചെയ്യുന്ന പോലെയായിരുന്നു. രാജേഷ് ഒട്ടും ഒരു രീതിയിലും ഇതിനെ തടയാൻ ശ്രമിച്ചിട്ടില്ല.
അപ്പോൾ രാഹുൽ ആക്രമണം നടത്തുന്ന സമയത്ത് തൊട്ടടുത്ത മുറിയിലുണ്ടായിരുന്ന രാജേഷ് ഇതിൽ നിന്ന് രാഹുലിനെ പിന്തിരിപ്പിക്കുകയോ ഈ മർദ്ദനം നടത്തുന്നത് തടയാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ രാജേഷ് ഈ കാര്യത്തിൽ ഒത്താശ ചെയ്തു എന്നുള്ള രീതിയിൽ തന്നെയാണ് പെൺകുട്ടി പ്രതികരിച്ചിരിക്കുന്നത്. അപ്പോൾ രാജേഷിനെതിരെ പ്രത്യക്ഷമായി തന്നെ പെൺകുട്ടി മൊഴിയും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാജേഷിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ സ്വാഭാവികമായും പോലീസിന് ചോദിച്ചറിയേണ്ടി വരും. മാത്രമല്ല ഈ രാജേഷ് തന്നെയാണ് ബാംഗ്ലൂർ വരെ പ്രതിയെ എത്തിച്ചിരിക്കുന്നത് എങ്കിൽ കൂടുതൽ കാര്യങ്ങൾ രാജേഷിന് തന്നെ ആയിരിക്കും അറിയാൻ സാധിക്കുക. രാജേഷിനെ കുറിച്ച് കൂടുതൽ പരാതി പെൺകുട്ടിക്കും കുടുംബത്തിനും ഉണ്ട് താനും. മറ്റൊരു കാര്യം, ഇന്ന് സഹോദരൻ പ്രതികരിച്ചിരിക്കുന്നത് പോലീസിന്റെ അന്വേഷണത്തിൽ ഇവർ ഇപ്പോൾ തൃപ്തരാണ്. അതിനൊപ്പം തന്നെ ഫറൂഖ് ACPക്ക് പരാതി നൽകും. ഏറ്റവും പെട്ടെന്ന് ഇന്റർപോളിന്റെ സഹായത്തോടു കൂടി ജർമ്മനിയിൽ നിന്ന് രാഹുലിനെ നാട്ടിലെത്തിച്ചേ മതിയാകൂ, അറസ്റ്റ് രേഖപ്പെടുത്തിയേ മതിയാകൂ. അതിനുശേഷം മാത്രമാണ് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള പ്രതികരണമാണ് കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് ഇന്ന് രാവിലെ ഉണ്ടായിരിക്കുന്നത്. നികേഷ്, രവി സജീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്.